അമേരിക്കയ്ക്കെതിരെ ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മുൻ സൈനിക കമാൻഡറുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം ദുർബലപ്പെടുത്താനുള്ള അമേരിക്കയുടെ സൈനിക നയതന്ത്ര നീക്കങ്ങൾ ഒടുവിൽ അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിയാണെന്നാണ് ഗാലിബാഫിന്റെ വിമർശനം. ആഗോള എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അമേരിക്കയുടെ തന്ത്രത്തെ പരിഹസിച്ചത്. സംഘർഷത്തിലൂടെ ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനായിരുന്നു ലക്ഷ്യമെങ്കിൽ അതിന്റെ ഫലമായി ലോകം നേരിടുന്നത് ഉയർന്ന ഊർജ്ജ വിലയും വർദ്ധിച്ച സാമ്പത്തിക അനിശ്ചിതത്വവുമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സാമൂഹിക മാധ്യമമായ എക്സിൽ ഗാലിബാഫ് പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവർ ഇറാനെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ചു, പകരം 3 അക്ക എണ്ണവിലയിലൂടെ സ്വയം ശിക്ഷിച്ചു. 10ൽ 10 തന്ത്രം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസപരമായ പരാമർശം. വളരെ ചെറിയ വാചകമായിരുന്നുവെങ്കിലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളോടുള്ള ഇറാന്റെ ഔദ്യോഗിക നിലപാട് അതിലൂടെ വ്യക്തമായി പ്രകടമായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ഉപയോഗിച്ച് ഇറാനെ നിയന്ത്രിക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ ആഗോള വിപണിയെ തന്നെ അസ്ഥിരമാക്കിയെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഗാലിബാഫിന്റെ പ്രതികരണം വന്നത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിച്ച സംഭവങ്ങൾക്ക് പിന്നാലെയാണ്. യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യയുടെ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു. ആഗോള എണ്ണവിലയുടെ പ്രധാന സൂചികയായ ബ്രെന്റ് ക്രൂഡിന്റെ ഈ വർധനവ് മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ്. ഊർജ്ജ വിപണിയിലെ ചെറിയൊരു അസ്ഥിരത പോലും ആഗോളതലത്തിൽ വിലക്കയറ്റത്തിനും ഉൽപാദന ചെലവ് വർദ്ധിക്കാനും കാരണമാകുന്നതിനാൽ നിക്ഷേപകരും സർക്കാരുകളും ഈ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ ഇറാൻ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനം വെറും പ്രചാരണ തന്ത്രമല്ലെന്നും ചില വിശകലനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുവെന്ന സന്ദേശമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ സന്ദേശത്തിന് എണ്ണവിലയിലെ വർധനവ് കൂടുതൽ ശക്തി പകർന്നുവെന്നതാണ് ഗാലിബാഫിന്റെ പരാമർശങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഹോർമുസ് കടലിടുക്കിലേക്കാണ്. അവിടെയുള്ള ഓരോ സൈനിക നീക്കവും, ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും, ഓരോ സുരക്ഷാ സംഭവവും ആഗോള ഓഹരി വിപണിയെയും എണ്ണവിലയെയും സമ്പദ് വ്യവസ്ഥയും നേരിട്ട് സ്വാധീനിക്കുന്ന ഘട്ടത്തിലാണ് ലോകം. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ സ്ഥിതിഗതികൾ ശാന്തമാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള ശക്തികളുടെ മത്സരവേദിയായി മാറുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.